three address code for this given simple if statement. If A greater than B, X is equal to Y. So അപ്പോൾ ഇവിടെ ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി ആണ് അതാണ് നോക്കുന്നത്. ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി ആയില്ല. അതായത് ഇവിടെ എന്താ മനസ്സിലാവുന്നത്? ദിസ് ഇസ് യുവർ എക്സ്പ്രഷൻ, ദിസ് ഇസ് യുവർ സ്റ്റേറ്റ്മെന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? സ്റ്റേറ്റ്മെന്റിന്റെ ആണ് നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അസൈൻമെന്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് യുവർ എക്സ്പ്രഷൻ ആൻഡ് ദിസ് ഇസ് യുവർ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആണോ അല്ലേ? അതെ. സോ ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ ദി പാസ് ട്രീ. പാസ് ട്രീ വരയ്ക്കുക. പാസ് ട്രീ എന്ന് പറയുമ്പോൾ എസ് ഡിറൈവ് എന്താണ്? ഇഫ് ഇ then yes. Okay, is it clear? If E then S1. Okay, ഇനി ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? അഗെയിൻ എക്സ്പ്രഷനെ ഇത് ചെയ്യുക. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബൂലിയൻ ഓപ്പറേഷൻ ആണ്, ബൂലിയൻ എക്സ്പ്രഷൻ ആണ്. ബൂലിയൻ എക്സ്പ്രഷൻ ഈനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഇത് ശരിക്കും ഇവിടെ യൂസ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും ഇത് എക്സ്പ്രഷൻ ആണ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇത് ബൂലിയൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബൂലിയൻ എക്സ്പ്രഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പം ഈനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? വി ക്യാൻ എക്സ്പാൻഡ് ദിസ് ഐഡി റിലേഷണൽ ഓപ്പറേറ്റർ, ഐഡി റിലേഷണൽ ഓപ്പറേറ്റർ ഐഡി. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? അതും ഐഡി റിലേഷൻ ഓപ്പറേറ്റർ. ഐഡി റിലേഷൻ ഓപ്പറേറ്റർ അല്ല. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ എന്താണ് ചെയ്യുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ്. ഒരു അസൈൻമെന്റ് അല്ലേ നടക്കുന്ന അവിടെ? ഐഡി ഈക്വൽ ടു ഇ. അഗെയിൻ ഇ ഡിറൈവ്സ് എന്താണ്? ഐഡി. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഡയറക്റ്റ് ആയിട്ട് ഐഡി ഈക്വൽ ടു ഐഡി പറ്റില്ല. വെറും ഐഡി ഈക്വൽ ടു ഐഡി മാത്രമല്ലല്ലോ. ഐഡി ഈക്വൽ ടു ഐഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇല്ലല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രൊഡക്ഷൻസിൽ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്? എസ് ഡിറൈവ് ഐഡി ഈക്വൽ ടു ഇ ആണ്. എന്നിട്ട് അതായത് ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതൊരു എക്സ്പ്രഷൻ ആണ് ഇവിടെ അസൈൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഒരു എക്സ്പ്രഷൻ ആയിരുന്നു നമ്മൾ അസൈൻ ചെയ്തത്. ഇവിടെ അതിന് പകരം ഒരു വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നെങ്കിലും എന്ത് ചെയ്യണം? വി നീഡ് ടു എക്സ്പാൻഡ് ദിസ് എസ് എന്താണ്? ഐഡി ഈക്വൽ ടു ഇ. ഇനി ആയിരിക്കും വീണ്ടും ഐഡി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യണം. 3 അഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ഫോമാണ്? ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് ഈ ട്രീ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി നീഡ് ടു ഇവാലുവേറ്റ് ദി ട്രീ. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3 അഡ്രസ് കോഡും ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ കൊടുത്തിട്ടുള്ളത്? ഇഫ് ഇ ദെൻ S1 ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇ ഡോട്ട് ട്രൂ ഇസ് ഈക്വൽ ടു ന്യൂ ലേബിൾ. അപ്പം എപ്പോഴും എക്സ്പ്രഷന് 2 പാർട്ട് ഉണ്ടാവും, ട്രൂ പാർട്ടും ഫോൾസ് പാർട്ടും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് എസ് എന്താണ്? ഈനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ന്യൂ ലേബിൾ ട്രൂ ആണെങ്കിൽ എന്താണ്? ന്യൂ ലേബിൾ. ഓക്കെ, ഫോൾസ് ആണെങ്കിൽ എന്താണ്? എസ് ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വി നീഡ് ടു മൂവ് ടു L1. എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ വി നീഡ് ടു മൂവ് ടു ഏതാണ്? എസ് ഡോട്ട് നെക്സ്റ്റ്. സോ വി ക്യാൻ മാർക്ക് എസ് ഡോട്ട് നെക്സ്റ്റ് എൽ ഡോട്ട് നെക്സ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു പുതിയ വേരിയബിൾ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എസ് ഡോട്ട് നെക്സ്റ്റിനെ അല്ലെങ്കിൽ ഏതാ? ഒന്നെങ്കിൽ എസ് ഡോട്ട് കോഡ് അല്ലെങ്കിൽ എസ് ഡോട്ട് നെക്സ്റ്റ് എന്നല്ലേ പറയുന്നത്? അല്ല, ഇപ്പൊ നമ്മൾ എഴുതിയ സിന്റാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ ഫോർ ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഇഫ് ഇ ദെൻ ഇ S1 ഇതിനെ റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെ മിസ്സേ, ട്രൂ ആണെങ്കിൽ എസ് ഡോട്ട് കോഡിലോട്ടും
ഫോൾസ് ആണെങ്കിലല്ലേ നെക്സ്റ്റിലോട്ടും പോകണ്ടേ? ലിസൺ, നമുക്ക് ഇവിടെ ശരിക്കും എന്താ 3 അഡ്രസ് കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നമുക്ക് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ S1ലേക്ക് തന്നെ ആയിരിക്കും കൺട്രോൾ പോകുന്നത്. അത് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഈ കോഡ് അനുസരിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇ ഡിറൈവ് ഇ ഡോട്ട് ട്രൂ ഇസ് ഈക്വൽ ടു പുതിയ ലേബിൾ ആണ്, ലെറ്റ് ഇറ്റ് ബി L1 ആൻഡ് ഇ ഡോട്ട് ഫോൾസ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ് അല്ലേ? അതല്ലേ അതിന്റെ റൂൾസ് തന്നിട്ടുള്ളത്? സെമാന്റിക് ആക്ഷൻ തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഇഫ് ഇ ദെൻ S1 ആണെങ്കിൽ നിങ്ങൾ എന്താ പെർഫോം ചെയ്യേണ്ടത്? ഇ ഡോട്ട് ട്രൂ ഇസ് ഈക്വൽ ടു ന്യൂ ലേബിൾ, ഇ ഡോട്ട് ഫോൾസ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ്. സോ വി ക്യാൻ റൈറ്റ് എസ് ഡോട്ട് നെക്സ്റ്റ് എൽ നെക്സ്റ്റ് നമുക്ക് എഴുതാം. ഓക്കെ, എൽ നെക്സ്റ്റ്, എസ് നെക്സ്റ്റിന് എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് ഒരു അസംഷന് വേണ്ടിയിട്ട് എൽ നെക്സ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ എന്താന്ന് കൊടുത്തിട്ടുള്ളത് നോക്ക്. എസ് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു, ഓക്കെ, S1 ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ്, വിച്ച് മീൻസ് എന്താണ്? S1 ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ്. എന്താ ഇവിടെ എടുത്തിട്ടുള്ളത്? ഇവിടെ എന്താ എടുത്തിട്ടുള്ളത്? ക്ലിയർ ആയില്ല? എൽ നെക്സ്റ്റ് is equal to L next. So S1 dot next is equal to S dot next നെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ട്? which is equal to L next എന്ന് എടുത്തിട്ടുണ്ട്. Okay, so here S1 dot next is also equal to എന്താണ്? L next. Okay, എഴുതിക്കോളൂ കേട്ടോ ആ സ്പേസിൽ. S1 dot next is also equal to L next. Okay, is it clear? ക്ലിയർ ആണോ ഇത്? ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ കൊടുത്തിട്ടുള്ളത്? എസ് ഡോട്ട് കോഡ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് കോഡ്. ഇതിന്റെ കോഡ് ജനറേറ്റ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഏതിന്റെ കോഡ് ജനറേറ്റ് ചെയ്യണം? ഇതിന്റെ കോഡ് ജനറേറ്റ് ചെയ്യാം. സോ ഇ ഡോട്ട് കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എക്സ്പ്രഷന്റെ കോഡാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. വി നീഡ് ടു ജനറേറ്റ് ദ കോഡ് ഓഫ് ഇതാണ്, ഇതിന്റെ കോഡാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിന്റെ കോഡ് എന്താണ്? ഹിയർ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഈ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഓക്കെ, ഇപ്പം ഇ ഡോട്ട് കോഡ് എന്ന് പറയുന്നത് 3 അഡ്രസ് കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. 3 അഡ്രസ് ഇ ഡോട്ട് കോഡ് അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? എന്താണ് കോഡ്? എന്തായിരിക്കും കോഡ്? ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് കോഡാണ് ജനറേറ്റ് ചെയ്യുക? ഈ റിലേഷണൽ ഓപ്പറേറ്റർ, ഈ ഐ ഡി റിലേഷണൽ ഓപ്പറേറ്റർ ഐ ഡി. ഇന്നലെ നമ്മൾ ചെയ്തായിരുന്നു. if a greater than b, go to L1. if a greater than b ആണെങ്കിൽ then എന്താണ്? go to എന്താണ്? L1. go to L2 എന്ന് പറയുന്നത് ഇവിടെ L1 ആണ്. അല്ലെങ്കിൽ എന്താണ്? go to L next. okay, is it clear now? ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ ഇല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇ ഡോട്ട് കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇ ഡോട്ട് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് ട്രൂ ആണെങ്കിൽ എന്താണ്? L1ലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ കോഡിൽ എന്താ കൊടുത്തിട്ടുള്ളത്? എസ് ഡോട്ട് കോഡ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് കോഡ്, ദെൻ നെക്സ്റ്റ് എന്താ ജനറേറ്റ് ചെയ്യേണ്ടത്? ജനറേറ്റ് ഓഫ് ഇ ഡോട്ട് ട്രൂ. സോ ഇ ഡോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഗിവ്സ് ദ ലേബിൾ എസ് L1. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ എഴുതേണ്ടത്? അടുത്ത കോഡ് എന്ന് പറയുന്നത് L1 ഈക്വൽ ടു L1. അത് കഴിഞ്ഞിട്ട് എന്താ ജനറേറ്റ് ചെയ്യേണ്ടത്? S1 ഡോട്ട് കോഡ്.
S1 dot code. Need to generate എന്താണ് S1 dot code. S1 dot code എന്ന് പറയുമ്പോൾ എന്താണ് S1 dot code? ഈ പോർഷനെ എന്ത് ചെയ്യാം റെഡ്യൂസ് ചെയ്യാം. സോ ഹിയർ അവർ ID ഈസ് എന്താണ് X, ഹിയർ അവർ ID ഈസ് Y. സോ ഈ എക്സ്പ്രഷനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത് E ഡിറൈവ്സ് ID ഈക്വൽ ടു E റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിൽ P ഈസ് ഈക്വൽ ടു ലുക്കപ്പ് ID ഡോട്ട് നെയിം ആ കോഡ് ID ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു E ഡോട്ട് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് X ഇസ് ഈക്വൽ ടു Y. X ഇസ് ഈക്വൽ ടു Y ആയിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താ എഴുതേണ്ടത് S1 ഡോട്ട് കോഡ് ക്ലിയർ ആയോ ഇല്ലേ നിങ്ങൾക്കിത്? ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ ആണോ ഇല്ലേ? ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? അർജുൻ ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് ഇതില്ലേ, അതായത് ഈ ഡിറൈവ്സ് ID റിലേഷൻ ഓപ്പറേറ്റർ ID, അതിൻ്റെ അകത്തെ ആ ഈക്കകത്ത് ട്രൂ ആണെങ്കിൽ L1ലോട്ടും ഫോൾസ് ആണെങ്കിൽ അല്ലേ L-നെക്സ്റ്റിലോട്ടും പോകണ്ടേ? അതെ. അപ്പം ശരിക്കും ട്രൂ ആണെങ്കിൽ X is equal to Y അല്ലേ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ട്രൂ ആണെങ്കിൽ ഏതാണ് L1 ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. മീൻസ് ഈ ഫെയിൽ ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ X is equal to Y അല്ലേ ചെയ്യേണ്ടത്? അതെ, അത് ശരിക്കും നമുക്ക് ഇവിടെ 3 അഡ്രസ് കോഡായിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഗോ ടു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ അത് പെർഫോം ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ L1 എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്കാണ് പോകുന്നത്. L1ലാണ് നമ്മൾ എന്ത് എഴുതുന്നത് ആ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. പക്ഷേ S1 ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു L-നെക്സ്റ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെയല്ലേ മറ്റേ X is equal to Y വരുന്നത്? എന്ത്? പക്ഷേ L ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് S1 ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു L ഡോട്ട് നെക്സ്റ്റ് എന്ന് എഴുതിയേക്കല്ലേ? S1 ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു L ഡോട്ട് നെക്സ്റ്റ്. ആ, അതെന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്? ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഏതിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്? L1 ഡോട്ട് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും L1 ആവേണ്ടതല്ലേ? എടാ, ഈ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിസൺ, കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? എന്താ തന്നിട്ടില്ല? ഇറ്റ് ഇസ് S ഡോട്ട് കോഡ് ഇസ് ഈക്വൽ ടു E ഡോട്ട് കോഡ് then generate E dot true, then we need to move എന്താണ് S1 dot code. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നോ? അപ്പൊ ഫസ്റ്റ് എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? E ഡോട്ട് കോഡ്, അതായത് എക്സ്പ്രഷന്റെ കോഡാണ്, കണ്ടീഷന്റെ കോഡാണ് ആദ്യം ജനറേറ്റ് ചെയ്യുന്നത്. ജനറേറ്റ് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ട്രൂയുടെ പോയിന്റ്, ട്രൂക്ക് ഒരു ലേബിൾ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് L1 എന്നുള്ള ലേബിൾ. ആ L1 കഴിഞ്ഞിട്ട് എന്ത് നമ്മൾ എഴുതും? S1 ഡോട്ട് കോഡ്. ഓക്കെ, സോ ഞാൻ കോഡ് എഴുതാം. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ അത് പറഞ്ഞുതരാം. ഇതിന്റെ കോഡ് എന്ന് പറയുന്നത്, സോ ലിസൺ, ഇഫ് A greater than B, then go to A greater than B, then go to L1, അല്ലെങ്കിൽ എന്താണ് go to L next. ഓക്കെ, സോ L1ലാണ് എന്ത് വരുന്നത്? X is equal to Y വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് L dot next. ഈ L dot next എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? L1ലേക്ക് മൂവ് ചെയ്യും. L1ലാണ് എന്ത് വരുന്നത്? നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇറ്റ് ഡയറക്ട്ലി മൂവ്സ് ടു L dot next. L dot next എന്ന് പറയുന്നത് എന്താണ്?
കണ്ടീഷൻ എക്സിറ്റ് ആവുകയാണെങ്കിൽ വരേണ്ട കേസാണ്. എൽ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഫോളോസ് ദി സിമ്പിൾ ഇഫ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇത് മനസ്സിലായി. ഇത് മനസ്സിലായോ? ഇത് തന്നെയാണ് അതിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ആ പാസ് ട്രീന്ന് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഒരിക്കൽ കൂടി ആ പാസ് ട്രീ വരയ്ക്കാൻ നോക്ക്. ഇറ്റ് ഇസ് എസ് ഇഫ് ഇ ദെൻ S1. ഓക്കെ, ഈനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? വി ക്യാൻ ഡിവൈഡ് ഈനെ ഫെർദർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് ഐ ഡി റിലേഷണൽ ഓപ്പറേറ്റർ ഐ ഡി. എസിനെ നമുക്ക് ഇവിടെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്? ഐ ഡി ഈക്വൽ ടു ഇ, ഈനെ വീണ്ടും ഐ ഡി ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലത്തെ വേരിയബിൾസ് ജസ്റ്റ് എഴുതാം. സോ ഹിയർ ദ വേരിയബിൾ ഇസ് എ ആണ്, ഹിയർ ഇറ്റ് ഇസ് ബി ആണ്. The relational operator which we use is greater than. Here it is x, here it is y. ഇത് തന്നെയാണ് ഇവിടെയും വരിക, is equal to y. ഞാൻ ഇത് വെറുതെ എഴുതുന്നതാണ്. ഓർഡർ നമുക്ക് എപ്പോഴും ടോപ്പ് ടു ബോട്ടം ആയിരിക്കും വരുന്നത്. വേരിയബിൾസ് ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. സോ ലിസൺ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ട്രൂവും ഫോൾസും. ട്രൂ ആണെങ്കിൽ എന്താണ്? L1 എന്നുള്ള പുതിയ ലേബിൾ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഫോൾസ് ആണെങ്കിൽ എസ് ഡോട്ട് നെക്സ്റ്റ്. സോ എസ് ഡോട്ട് നെക്സ്റ്റിനെ നമ്മൾ ഇവിടെ എൽ നെക്സ്റ്റ് എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എസ് വൺ ഡോട്ട് നെക്സ്റ്റ് ഓൾസോ ഈക്വൽ ടു എന്താണ്? എസ് വൺ ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു എന്താണ്? എൽ നെക്സ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളപ്പോൾ എന്താണ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വി നീഡ് ടു ജനറേറ്റ് എന്താണ്? ഈ എക്സ്പ്രഷന്റെ കോഡായിരിക്കും ജനറേറ്റ് ചെയ്യുക, അല്ലേ? എസ് ഡോട്ട് കോഡ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് കോഡ്. അപ്പം ഈ എക്സ്പ്രഷന്റെ കോഡായിരിക്കും ആദ്യം ജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് ചെയ്യുന്ന കോഡ് അപ്പം എന്താണ്? ഇഫ് ഈ S1 ഡോട്ട് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു L ഡോട്ട് നെക്സ്റ്റ് അതെങ്ങനെയായി? എടാ, അത് ജസ്റ്റ് ഒരു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫോൾസ് ആണെങ്കിൽ നേരെ ഏതിലോട്ടാ കൺട്രോൾ പോകേണ്ടത്? എൽ ഡോട്ട് നെക്സ്റ്റിലേക്കല്ലേ? അതെ, അത് ആ നെക്സ്റ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഓ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഫസ്റ്റ് എക്സ്പ്രഷന്റെ എഴുതുമ്പോൾ എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ദെൻ എ ഗ്രേറ്റർ ദാൻ ബി, ദെൻ എന്താണ്? എൽ ഡോട്ട് ട്രൂ. ഇ ഡോട്ട് ട്രൂ എന്താണ്? L1 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് L1. സോറി, ദെൻ ഗോ ടു L1 ആണ്. ദെൻ ഗോ ടു L1, അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്ക്. ദെൻ ഗോ ടു if a greater than b, then go to L1. അല്ലെങ്കിൽ എന്താണ്? go to e dot false എന്ന് പറയുന്നത് എന്താണ്? it is L next ആണ്. so go to L next. okay, then next എന്താണ് അറ്റാച്ച് ചെയ്യേണ്ടത്? generate e dot true. e dot true എന്താണ്? L1 ആണ്. okay, so that is L1 colon S1 dot code. S1 dot code എന്ന് പറയുമ്പോൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ് എഴുതുക. ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ്, ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? x is equal to y. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് എൽ നെക്സ്റ്റ്. എൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇസ് ക്ലിയർ? ക്ലിയർ ആയോ ഇല്ലേ? പക്ഷേ ഈ എൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ബി. എടാ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? L1 പോയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും ഏതിലോട്ട് തരാൻ വരും? എൽ നെക്സ്റ്റിലേക്ക് തന്നെ വരും. എൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്, നോർമൽ നമ്മൾ ഇഫ് ലൂപ്പിൽ നമ്മൾ എഴുതില്ലേ? സിമ്പിൾ ഇഫ് ആണെങ്കിൽ ആ ബ്രാക്കറ്റിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കണക്കാക്കിയാൽ മതി. ക്ലിയർ ആയില്ല? അപ്പം ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യും, അല്ലെ? ഫോൾസ് ആണെങ്കിൽ നേരെ ഏതിലോട്ടായിരിക്കും കൺട്രോൾ വരുന്നത്? ഇത് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ ഇവിടെ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്തിട്ടുള്ളതും?
അല്ലേ? അതെ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് എന്താണ് ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഫോർ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയോ? ഇത് ഇസ് ക്ലിയർ? വിഷ്ണുപ്രിയ, ഇത് ക്ലിയർ ആയത്? ജോസൻ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അപ്പം ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഇ ഡോട്ട് കോഡ് ചെക്ക് ചെയ്യും. ഇ ഡോട്ട് കോഡിന് ഇറ്റ് ഹാസ് 2 വാല്യൂസ് ആയിരിക്കും വരുന്നത്, ട്രൂവും ഫോൾസും. സോ ലെറ്റ് ഇറ്റ് ബി ഇ ഡോട്ട് ട്രൂ ആൻഡ് ഇ ഡോട്ട് ഫോൾസ്. ഓക്കെ, ഇ ഡോട്ട് ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? S1 ഡോട്ട് കോഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ എപ്പോഴും ഈ ലേബിൾ വെച്ചിട്ടായിരിക്കും പറയുക. ദാറ്റ് ഇസ് ഇ ഡോട്ട് ട്രൂ ആണെങ്കിൽ എന്ത് തന്നെയായിരിക്കും? ഇതൊരു ലേബിൾ ആണ്. ആ ലേബിൾ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് L1 ആണോ L2 ആണോ വരുന്നത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് എന്താണ്? ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ S1 ഡോട്ട് കോഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. S1 ഡോട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു S നെക്സ്റ്റ്. L നെക്സ്റ്റിന് തന്നെ വേണമെങ്കിൽ എഴുതിക്കോളൂ, അല്ലെങ്കിൽ S2 ഡോട്ട് കോഡ്. S2 ഡോട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. S2 ഡോട്ട് കോഡ് എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും? ഇ ഡോട്ട് ഫോൾസ് ആവുമ്പോൾ S2 ഡോട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് S2 ഡോട്ട് കോഡ് ഇറ്റ് ഗോസ് ടു എന്താണ്? ഗോ ടു S നെക്സ്റ്റ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ ആണ്. ഓക്കെ, സോ അപ്പം ഇതിൽ ട്രൂ ആണെങ്കിൽ ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, ഫോൾസ് ആണെങ്കിൽ ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ദ കൺട്രോൾ മൂവ് ടു S ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, സോ നൗ വി ക്യാൻ കൺസിഡർ എ സ്റ്റേറ്റ്മെന്റ്. If A greater than B, then L is equal to A, else L is equal to B. The largest of two numbers. Okay, if A greater than B ആണെങ്കിൽ L ന്റെ വാല്യൂ A ആയിട്ട് അസൈൻ ചെയ്തു, അല്ലെങ്കിൽ L ന്റെ വാല്യൂ B ആയിട്ട് അസൈൻ ചെയ്തു. ഓക്കെ, സോ ഇതിന്റെ തന്നെ നമ്മൾ എന്ത് വരയ്ക്കണം? വി നീഡ് ടു ഡ്രോ എന്താണ്? വി നീഡ് ടു ഡ്രോ ദി പാർസ് ട്രീ. ഓക്കെ, സോ ഇത് എക്സ്പ്രഷൻ ആണ്. സോ ലിസൺ, സോ ദിസ് ഇസ് യുവർ എക്സ്പ്രഷൻ E, this is your statement S1, so this is your statement S2 അല്ലേ? ഇത് എക്സ്പ്രഷൻ ആണ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, എൽസ് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഫ്ലോ ഓഫ് കൺട്രോളിന് വി ക്യാൻ ഡ്രോ ദി പാർസ് ട്രീ. എസ് ഡിറൈവ്. അപ്പം എത്ര ലൈൻസ് വരും? 6 ലൈൻസ് വരും. 3, 4, 5, 6. ഇഫ് E, then S1, else S2. ഓക്കെ, സോ ഈനെ നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. എന്താണ്? ID, റിലേഷണൽ ഓപ്പറേറ്റർ ID. S1 എന്താണ് അസൈൻമെന്റ് നടക്കുന്നത്? ID ഈക്വൽ ടു E ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈനെ നമുക്ക് ഫർദർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം ID. ഇവിടെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ID ഈക്വൽ ടു E again ID. Okay, so we can fill the variables. So here എന്താണ്? A greater than B ആണ്. ഇവിടെ എന്താണ്? It is L ആണ്. ഇവിടെ എന്താ? A യുടെ വാല്യൂ ആണ് അസൈൻ ആവുന്നത്. ഇവിടെയും L ആണ്. ഇവിടെ B യുടെ വാല്യൂ ആണ് അസൈൻ ആവുന്നത്. Okay, now if then else S1 else S2 സ്റ്റേറ്റ്മെന്റ്, അതിന്റെ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. കോഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ തന്നിട്ടുള്ളത്? E ഡോട്ട് ട്രൂ ഇസ് ഈക്വൽ ടു സാന്ദ്ര. സാന്ദ്ര ഉണ്ടോ?
മിസ്സേ ഹലോ, ഇ ഡോട്ട് ട്രൂ ഈസ് ഈക്വൽ ടു ന്യൂ ലേബൽ അല്ലേ മിസ്സേ? ന്യൂ ലേബൽ. സോ ലെറ്റ് ഇറ്റ് ബി. തന്നെ കളർ ഒന്ന് മാറ്റിക്കട്ടെ. ഈ കളർ കാണുമ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ ആണോ കളർ? സാന്ദ്ര? ഇല്ല മിസ്സേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഈട് ന്യൂ ലേബിൾ ആയിരിക്കും. ട്രൂ ആണെങ്കിൽ L1 എന്നുള്ള ലേബിൾ. ദെൻ ഫാൾസ് ആണെങ്കിൽ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്ക്. ഫാൾസ് ആണെങ്കിൽ എന്താ ജനറേറ്റ് ചെയ്യുന്നത്? ഫോൾസ് ആണെങ്കിൽ ഇ ഡോട്ട് ഫോൾസ് ന്യൂ ലേബൽ. അപ്പം വി ക്യാൻ റീനെയിം ഇറ്റ് എന്താണ് പുതിയ ലേബൽ L2. ഓക്കെ. ഇനി S1 ഡോട്ട് നെക്സ്റ്റ് എന്താണ്? അപ്പം S1 ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ് എന്ന് എസ് ഡോട്ട് നെക്സ്റ്റിനെ നമുക്ക് എൽ ഡോട്ട് നെക്സ്റ്റ് എൽ നെക്സ്റ്റ് എന്ന് പറയാം. എൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈ ഇഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്. സോ ലെറ്റ് ഇറ്റ് ബി S1 ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എൽ നെക്സ്റ്റ്. S1 dot next is equal to S1 dot next is equal to L next. Similarly, എന്താണ് S2 dot next is equal to L next. Okay. So now we need to generate എന്താണ് the 3 address code. എങ്ങനെയാ 3 address code generate ചെയ്യുന്നത് നോക്ക്. എങ്ങനെയാ 3 address code generate ചെയ്യുന്നത്? First we need to generate the code for E. യുടെ കോഡ് എന്താണ്? യുടെ കോഡ് മാധവ്? if A greater than B. ഫസ്റ്റ് ഏതായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ ഇറ്റ് ഇസ് ഇഫ് A greater than B go to L1. go to L1. അല്ലെങ്കിൽ go to L2. go to L2. ട്രൂ ആണെങ്കിൽ ട്രൂ പാർട്ട്, ഫാൾസ് ആണെങ്കിൽ ഫാൾസിന്റെ L2. ഓക്കെ. നെക്സ്റ്റ് എന്താ കൊടുത്തിട്ടില്ല നോക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് L1 colon. അതായത് ജനറേറ്റ് ഇ ഡോട്ട് ട്രൂ. ഇ ഡോട്ട് ട്രൂ എന്താണ്? L1 ആണ്. സോ വി ക്യാൻ റൈറ്റ് എന്താണ് L1. ഇനി എന്ത് കോഡാണ് എഴുതേണ്ടത്? S1 ഡോട്ട് കോഡ്. അപ്പം ഏതാണ്? ഇതിന്റെ കോഡാണ് എഴുതേണ്ടത്. ഇതിന്റെ കോഡ് എന്താ? ഇതിന്റെ കോഡ് എന്ന് പറയുമ്പോൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ കോഡാണ് നമ്മൾ എഴുതേണ്ടത്. സോ വിച്ച് ഇസ് എന്താണ്? ഈ ID ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു A ആയിരിക്കും. ഇതിന്റെ വാല്യൂ എന്താണ്? L. സോ വി ക്യാൻ റൈറ്റ് എന്താണ് L ഇസ് ഈക്വൽ ടു A. ദെൻ എന്താ എഴുതണ്ടേ? L next. S നെക്സ്റ്റ് എന്താണ്? ഗോ ടു L next. L next. L next. Then നെക്സ്റ്റ് എന്താണ്? ഇ ഡോട്ട് ഫോൾസ്. ഇ ഡോട്ട് ഫോൾസിന്റെ വേരിയബിൾ എന്താണ്? L2. സോ വി ക്യാൻ റൈറ്റ് എന്താണ്? L ഈക്വൽ ടു B. ഗോ ടു വീണ്ടും എന്താ എഴുതേണ്ടത്? ഗോ ടു L നെക്സ്റ്റ് എഴുതാറില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ലൂപ്പ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് L നെക്സ്റ്റ് ആണ്. സീക്വൻസ് ആയിട്ടായിരിക്കും നമ്മുടെ എക്സിക്യൂഷൻ വരുന്നത്. ഓക്കെ. സോ ദിസ് ഇസ് എ 3 address code generated. That is if A greater than B, then go to then ഉണ്ടാവില്ല, go to L1 അല്ലെങ്കിൽ go to L2. L1 എന്താ ചെയ്യുന്നത്? L equal to A, go to L next. L2, this is L1, this is L2 എന്ന് പറയുമ്പോൾ L equal to B, then എന്താണ്? L next. So this is a 3 address code generated for if else statement. So first condition check ചെയ്യും. If the condition is true ആണെങ്കിൽ എന്തായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്? L1 എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. L equal to A എന്നുള്ളതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. Then the control moves to L dot next. Okay. So if the condition is false, it moves to എന്താണ്? L2. L2 ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. Then it moves to L next. Okay. Is it clear? Is it clear? ക്ലിയർ ആണോ ഇല്ലേ? ക്ലിയർ ആണ്.
ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഏതിൻ്റെയും നമ്മൾ എഴുതണം, വൈൽ ലൂപ്പിൻ്റെയും റെപ്രസെന്റ് ചെയ്യണം. വൈൽ ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ നോക്കിയായിരുന്നു. വൈൽ ലൂപ്പ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വൈൽ ലൂപ്പ് ആണെങ്കിൽ വൈലാണെങ്കിൽ എന്താണ്? വൈലാണെങ്കിൽ എന്തായിരിക്കും? എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. എക്സ്പ്രഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ എന്താണ്, ആ തന്നിട്ടുള്ള കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. വൺസ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദിസ് പെർട്ടിക്കുലർ കോഡ്, കൺട്രോൾ വീണ്ടും എവിടേക്കാണ് മൂവ് ചെയ്യേണ്ടത്? വീണ്ടും ഇതിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്? ഇറ്റ് നീഡ്സ് ടു മൂവ് ടു ദി ബിഗിനിങ് ഓഫ് ദി ലൂപ്പ്. അങ്ങനെയല്ലേ നോർമൽ നമ്മുടെ വൈൽ ലൂപ്പ് എക്സിക്യൂഷൻ എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും നമ്മൾ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദി സ്റ്റേറ്റ്മെന്റ് അഗെയിൻ ദ കൺട്രോൾ മൂവ്സ് ടു ഏതിലായിരിക്കും? വൈലിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. Okay, so in order to implement the while loop, here one more inherited attribute added is s.begin. s.begin. So s.begin നിന്ന് ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലൂപ്പ് ആ s. കോഡ് എക്സിക്യൂട്ട് ചെയ്ത ഉടനെ വീണ്ടും കൺട്രോൾ എവിടേക്കായിരിക്കും പോകുന്നത്? വീണ്ടും s.beginലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് തന്നെ ബിഗിൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ s.begin ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ആഫ്റ്റർ ചെക്കിംഗ് ദിസ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? s1.code ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ വൺസ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് s1.code ഏതിലേക്കായിരിക്കും കൺട്രോൾ പോകുന്നത്? വീണ്ടും go to begin. ബിഗിനിലേക്കായിരിക്കും കൺട്രോൾ പോകുന്നത്. go to begin ഇതിലേക്കായിരിക്കും കൺട്രോൾ പോകുന്നത്. ഓക്കെ, സോ വൺസ് ദ കണ്ടീഷൻ ഇസ് ഫാൾസ് ആണെങ്കിൽ ഏതിലേക്കായിരിക്കും പോകുന്നത്? false എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കായിരിക്കും ഏത് പോകുന്നത്? ഫാൾസ് ആണെങ്കിൽ കൺട്രോൾ പോകുന്നത്. ഓക്കെ, ഇസ് ക്ലിയർ? ക്ലിയർ ആണോ അത്? Is it clear or not? Okay, so consider an example. While a greater than b, x is equal to y plus z. Okay, logic ഒന്ന് നിങ്ങൾ ആലോചിക്കേണ്ട തൽക്കാലം. if condition is true ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിന്റെ ഇത് വരയ്ക്കാമോ? പാസ് ട്രീ വരയ്ക്കാമോ? ദാറ്റ് ഇസ് s y e do s1. ഈനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ ഡി റിലേഷണൽ ഓപ്പറേറ്റർ ഐ ഡി. സ്റ്റേറ്റ്മെന്റിൽ എന്താ ചെയ്യുന്നത്? ഐ ഡി ഈക്വൽ ടു ഈനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം, ഇ പ്ലസ് ഇ. ഓക്കെ, വീണ്ടും ഈനെ നമുക്ക് ഐ ഡി ആയിട്ടും ഈനെ ഐ ഡി ആയിട്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഇത് പറയാം, നിങ്ങളൊന്ന് എഴുതി നോക്ക്, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? s.begin is equal to new label. So s.begin is equal to new label, let it be L1. ഓക്കെ, ഇനി e.true is equal to ട്രൂവിന് രണ്ട് ട്രൂവും ഫോൾസും. ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു പുതിയ ലേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി L2. ഓക്കെ, L.false ആണെങ്കിൽ എന്താണ്? മൂവ് ടു L next. ഓക്കെ, സോ സിമിലർലി നെക്സ്റ്റ് ഇതിൽ s1.next is equal to s.begin. So s1.next is equal to എവിടേക്കാണ് കൺട്രോൾ പോകേണ്ടത്? L1ലേക്ക്. സോ വി ക്യാൻ റൈറ്റ് s1.next is equal to L1. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന കോഡ് അപ്പം എന്തായിരിക്കും? ഞാൻ ആ കോഡ് മാത്രം എഴുതട്ടെ തൽക്കാലം. ഓക്കെ, അതിന്റെ ഞാൻ ഫോട്ടോ ഷെയർ ചെയ്ത് തരാം. നോക്ക്,
ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? L1 ഫസ്റ്റ് തന്നെ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? ജെൻ ഓഫ് എഫ് ഡോട്ട് ബിഗിൻ. എഫ് ഡോട്ട് ബിഗിൻ എന്താണ്? എഫ് ഡോട്ട് ബിഗിൻ L1. എഫ് ഡോട്ട് ബിഗിൻ L1. L1 കോളൻ ഇ ഡോട്ട് കോഡ്. ഇ ഡോട്ട് കോഡ് എന്ന് പറയുമ്പോൾ ഇയുടെ കോഡായിരിക്കും ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഗോ ടു ഇ ഡോട്ട് ട്രൂ. ഇ ഡോട്ട് ട്രൂ എന്താണ്? L2. അല്ലെങ്കിൽ എന്താണ്? ഗോ ടു L നെക്സ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ജനറേറ്റ് ഓഫ് ഇ ഡോട്ട് ട്രൂ. ഇ ഡോട്ട് ട്രൂ എന്താണ്? L2. സോ വി ക്യാൻ റൈറ്റ് L2 കോളൻ. L2 കോളനിൽ എന്തായിരിക്കും സംഭവിക്കുക? F1 ഡോട്ട് കോഡ്. F1 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് മൊത്തം എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഇസ് T1 ഇസ് ഈക്വൽ ടു, അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം കേട്ടോ. T1 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, എക്സ് ഇസ് ഈക്വൽ ടു T1. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഏതിലേക്കാണ് കൺട്രോൾ പോകേണ്ടത്? വീണ്ടും എസ് ഡോട്ട് ബിഗിൻ. ജെൻ ഓഫ് ഗോ ടു എസ് ഡോട്ട് ബിഗിൻ. സോ ഇറ്റ് ഇസ് ഗോ ടു L1. Go to L1. Okay, so here the control is L dot L next ആണ്. Okay, so if the condition is true ആണെങ്കിൽ control എവിടേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്? It moves to L2. L2ൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഏതിലേക്കാണ് പോകുന്നത്? Again L1ലേക്ക്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. When condition becomes false, it moves to L dot next. L next ലേക്ക്. Okay, is it clear? ഇത് ക്ലിയർ ആണോ? ഒന്നുകൂടെ നാളെ എന്ന് പറയാം. ഒന്നുകൂടെ പറയണം. ഓക്കെ, ഇതേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അസൈൻമെന്റ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അധികം അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. 4ഉം 5ഉം ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ നിങ്ങൾക്ക്? ഈ ടോപ്പിക് വൈൽ ലൂപ്പിന്റെ ഒരിക്കൽ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒന്ന് ഞാൻ അതിന്റെ ഫോട്ടോ ഷെയർ ചെയ്യാം. ഒന്ന് നോക്ക്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരെണ്ണം കൂടി ഇട്ട് ഒന്ന് നോക്കാം. എക്സാമ്പിളും കൂടി ഇട്ട് നോക്കാം. ഓക്കെ, അറ്റൻഡൻസ് ആദിൽ, അഭിജിത്ത്, അക്ഷര ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ. അഞ്ജലി, അഞ്ജു, ഓക്കെ. ആന്റോ, അപർണ ഡി, അപർണ പ്രതാപ്, ഓക്കെ. അരവിന്ദ്, ആരം, അർജുൻ, ബിച്ചു ഇല്ലേ? ജീവനില്ല. ജോസ്വിൻ, കൃഷ്ണരാജ്, മാധവ്, കൃഷ്ണരാജിന് എന്ത് പറ്റി? ഉണ്ടായോ? ഓക്കെ, സോറി. മറിയ, മെർലിൻ, മുബിൻ, ഹാഫിസ്, റുബിൻ, നജ്മ, നൗറിൻ, പാർവതി, സാന്ദ്ര, ശ്രീപ്രസാദ്, ശ്രുതി, വിഷ്ണുപ്രിയ, അജീന, അഖിൽ, ജോസ്മി, ഓക്കെ. ആബ്സെന്റ് പിച്ചു മാത്രമാണ്. ഓക്കെ, ഇതൊന്ന് നോക്കുക. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വൈൽ ലൂപ്പ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് 5th മോഡ്യൂളിൽ വരുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 6th സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.